നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ചെകുത്താനെ കുറിച്ച് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാൻ പറ്റും. മോഹൻലാലിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അപവാദം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഊള. ആ ഊളയെ സിദ്ദിഖിൻ്റെ പരാതിയിൽ മോഹൻലാലിനെതിരെ വയനാട് പോയതിനെക്കുറിച്ചൊക്കെ ഒരു വളരെ മോശമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ സിദ്ദിഖ് ഒരു പരാതി കൊടുക്കുകയും ആ പരാതി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ, ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഈ ഊളയുടെ അമ്മ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ നിന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. അവൻ ഒന്നാമതൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു അറ്റാക്കും കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞതാണ്, മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവനെ ഇങ്ങനെ തെളിവെടുപ്പിനെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി, നമുക്കാ നഷ്ടം, ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും പുള്ളി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെ മകനൊപ്പം തന്നെയാണോ നിൽക്കുന്നത്? അവൻ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷെ അസഭ്യമൊന്നും എനിക്കിഷ്ടമല്ല. അത് ഞാൻ പല പ്രാവശ്യം അങ്ങനെ പറയണ്ട, മര്യാദക്കുള്ള ഭാഷ പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ. ദേഷ്യം വരുമ്പോൾ അങ്ങ് പറഞ്ഞു പോകും. പുള്ളി വളരെ അപഹസിക്കുന്ന രീതിയിലും മാന്യമായൊരു വിമർശനമല്ല നടത്തുന്നതെന്ന് മൊത്തത്തിലുള്ള വിമർശനമാണ്. അവന് പ്രഷറാണ്, ഭയങ്കര ഷുഗറാണ്, അവന് എന്താണ് അറ്റാക്ക് ഒരെണ്ണം കഴിഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയുടെ കാര്യങ്ങൾ. അമ്മ മോനെ ന്യായീകരിക്കുകയാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു സ്റ്റൈലിലേക്കാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിടിച്ച് കെട്ടിയിട്ട് മുട്ടുകാലി കല്ലുപിടിക്കേണ്ട ഒരു വകുപ്പാണ് ശരിക്കും. അങ്ങനെയുള്ള വർത്താനം പറയുന്ന, അങ്ങനെ അത്രത്തോളം ഊളത്തരം പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനമാണ് ഈ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൻ്റെ അമ്മ ആയതുകൊണ്ടായിരിക്കും അവനങ്ങനെ അത്രത്തോളം പിന്തുണയൊക്കെ കൊടുക്കുന്നതും പറയുന്നതും. പക്ഷെ ഇത് പൊതുസമൂഹം, ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഈ പൊതുസമൂഹം ഇവനെപ്പോലുള്ള ആളുകളെയൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് മറ്റൊരു കാര്യം. കുറേ ഇൻ്റർവ്യൂ നടത്തുന്ന കുറേ ചാനലുകാരുണ്ട്. ആ ചാനലുകാരും പോയിട്ട് ഇവൻ്റെ മുമ്പിൽ പോയിട്ട് ഈ ഉളത്തരങ്ങളൊക്കെ കേൾക്കാൻ നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെയൊക്കെ വളർത്തുന്നത്? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉളത്തരങ്ങൾ പറയുന്നവനെയൊക്കെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അമ്മനെ നീ ഒന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നൊന്നുമില്ല. പക്ഷേ അമ്മ പറയുന്നതിൽ ഒരു ഭയങ്കര തെറ്റാണ്, ഒരു കാര്യമില്ല അമ്മ പറയുന്നതിൽ. കാരണം മകൻ എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ ന്യായീകരിക്കുന്നതിലൊന്നും ഇവനെ പെടുത്താൻ പറ്റില്ല. കാരണം ഇവൻ അത്രത്തോളം ഉളത്തരം പ്രചരിപ്പിക്കുന്നവനാണെന്നുള്ളതാണ് സത്യം.